ഹായ്, ഹാപ്പി വുമൻസ് ഡേ. ഇന്നത്തെ ദിവസം തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെ ലൈഫ് ഇങ്ങനെ ഭയങ്കര ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു. ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ ഒന്ന് ഉയർന്നു വരണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യണമല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് വീണു പോകും. ഇന്നിപ്പം അതിന് ഡിപ്രഷൻ എന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർ നോക്കുമ്പം അത് വലിയ പ്രശ്നമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ നമുക്കത് വലിയ കാര്യമായിരിക്കും. സോ നമ്മൾ അതിനകത്തുനിന്ന് ഉയർന്നു വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആത്മവിശ്വാസം വേണം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിലൊരു താഴ്ച ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എങ്ങനെ അതിനകത്തുനിന്ന് ഡിപ്രഷനിലേക്കൊന്നും പോകാതെ, അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെങ്ങനെ ബീറ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് ഒരു ഷെല്ലിനകത്ത് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നതും അത് ഓക്കെ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പ്രചോദനമായിരിക്കും മേ ബി ഈ വീഡിയോ. അങ്ങനെ ആവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പ്രശ്നമാണ് എനിക്ക് പറ്റിയത്, ഞാൻ എന്തിനാണ് ഷെല്ലിൽ നിന്നൊക്കെ എല്ലാം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നതെന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്സിഡൻറ്റ് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ 2 കൈകളിലും വലിയ പാടുകളാണ്. പാടുകൾ ഇൻ ദ സെൻസ്, നിങ്ങൾ ക്യാമറ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പം നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. പിന്നെ എൻ്റെ ഈ ഒരു സ്കിന്നൊക്കെ ഭയങ്കര ചുളുങ്ങിക്കൂടിയാണ് ഇരിക്കുന്നത്. അതിന് അതിൻ്റേതായ പോരായ്മകളുണ്ട്. ഞാനത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. നമുക്കൊരു കാര്യം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്കത് പറ്റി, എനിക്കത് വന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ഞാനിപ്പോഴും പറയുന്നത് ഇതൊരു വലിയ കാര്യമല്ല, 2 കൈയിലും സ്കാർസ് ഉള്ളത് അത്ര വലിയൊരു സംഭവമല്ല എന്ന്. പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരു മുറിവോ, ആ ഒരു കുഞ്ഞു മുറിവാണെങ്കിൽ അതിൻ്റെ ഒരു പാടോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊരു മുഖക്കുരുവോ, നമുക്കടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിനൊരു 1000 പ്രാവശ്യം നോക്കുമല്ലേ, ഇതെന്നാ മാറും എന്ന് ചിന്തിക്കുമല്ലേ. നമുക്ക് ഓക്കെ, ഇതെന്നായിരിക്കും മാറുക, ഇത് കുഴപ്പമില്ലല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ഈ സൈഡാണ് ഭംഗി, അല്ലെങ്കിൽ ഞാനിങ്ങനെ മുടിയിടുന്നതാണ് ഭംഗി, എനിക്കതാണ് ഭംഗി എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. അതൊന്നും ഒരു തെറ്റല്ല. കാരണം നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ തന്നെ എനിക്ക് ഈ ആക്സിഡൻറ്റ് ഞാൻ റിക്കവറായി വന്നതിന് ശേഷം എൻ്റെ 2 കൈകളിലും നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു. ആക്സിഡൻറ്റിൻ്റെ ആ ഒരു സമയത്തും അത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്റ്റിംഗ് പീരീഡിലൊക്കെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ പാടുകൾ ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി എൻ്റെ പഴയ കൈ പോലെ ആകും എന്നാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഇനിയൊരു ഡോക്ടർ വിസിറ്റ് ഇല്ല. ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റായിട്ട് ഡോക്ടർ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടർ ലാസ്റ്റാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഡോക്ടറിന് നോർമലി ഞാൻ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലാസ്റ്റാണ്, ഇനി ഡിഞ്ചു വരണ്ട, ഡിഞ്ചു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ, ഐ എം നോട്ട്. കാരണം എൻ്റെ കയ്യിൽ സ്കാർസൊന്നും പോയിട്ടില്ല. എൻ്റെ കയ്യിൽ ഇതുപോലെ പാട് കംപ്ലീറ്റഡ് അന്ന് 7-8 ഇയേഴ്സ് ബാക്കാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഉള്ളതാണ്. പക്ഷേ അന്ന് ആ സമയത്ത് ഒരു ബ്ലാക്ക് കളറിലായിരുന്നു എൻ്റെ കൈ ഇരുന്നുണ്ടായി കൂടുതലും ഈ ഒരു പോർഷനൊക്കെ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറയാനോ, എന്താണ് എൻ്റെ കൈ ഓക്കെ ആയിട്ടില്ല, എന്താണ് വരണ്ടെന്ന് പറയുന്നത്, എനിക്കപ്പോൾ ഇത് ശരിയാക്കണ്ടെന്ന് വെച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരിക്കലും മാറില്ല, ഡിഞ്ചു അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇത് മാറില്ല എന്ന് പറഞ്ഞു. ഇതിങ്ങനെ തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ മേലിങ്ങനെ സർജറി ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ ഭംഗിയാക്കാനോ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ ഈ കൈ എന്ന് പറയുന്നത് മാംസം ഒന്നുമില്ലാതെ ഇരുന്നൊരു കൈമ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് ഈ പുറത്ത് കാണുന്നത് മൊത്തം. സോ ഒന്നുമില്ലാത്ത ഇരുന്നിടത്ത് ഇത്രയുമേ ആക്കി തന്നു, അല്ലെങ്കിൽ ഇത്രയുമേ നമുക്ക് കിട്ടി ദൈവസഹായം കൊണ്ട്. ഇനി അതുമേ ഒന്നും ചെയ്ത് കുളമാക്കരുത്. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക, ഇതാണ് ഇനി മുതൽ ഡിഞ്ചുവിൻ്റെ കൈ എന്ന്. അത്രയും നാൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഞ്ചു പഴയ പോലെ കൈയാക്കി തരാമെന്നാണ്. അത് ഡോക്ടർ മീൻ ചെയ്യുന്നത് എൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും, കൈയുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്നാണ്. പക്ഷേ അന്ന് എനിക്ക് 19 വയസ്സുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കൈയിൻ്റെ ആ ഒരു ഫിസിക്കലി കാണുന്ന ആ ഒരു സംഭവം എല്ലാം ശരിയാക്കി തരാം,
പണ്ടത്തെ പോലെ ആകുമെന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ കയ്യിൽ സ്കാർസ് എൻ്റെ ലൈഫ്, എൻ്റെ ശ്വാസം നിലയ്ക്കുന്ന വരെ എൻ്റെ കയ്യിൽ നിന്ന് ഇതൊരു പാടായിട്ട് കിടക്കുമെന്നുള്ളത് അന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നപ്പം ഞാൻ റിയലൈസ് ചെയ്തു. ഐ മീൻ ഞാൻ കേട്ടു, ഞാൻ റിയലൈസ് ചെയ്തില്ല, ഞാൻ കേട്ടു, ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് തിരിച്ചു പോരുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതായത് അമ്മ മാറില്ലെന്നുള്ള ഡോക്ടർ പറയണത്, മാറില്ലെന്ന് പറയണേ, മാറ്റി തരാമെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബ്ലെയിം ചെയ്യുക. അതായത് ഇത്രയും നല്ല രീതിയിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയും എൻ്റെ കൈ മൂമെൻറ്റ്സൊക്കെ തിരിച്ചു കൊണ്ട് തന്നെ ഇത്രയും ഞാൻ ബഹുമാനിക്കേണ്ട ഒരു ഡോക്ടറെ ഞാൻ ആ സമയത്ത് ഞാൻ പോലും അറിയാതെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നോട് ഇതെന്താ ഡോക്ടർ എന്താ ഇങ്ങനെ പറയണേ, എനിക്ക് പറ്റത്തില്ല, ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബ്ലെയിം ചെയ്യുക. അപ്പോൾ അമ്മ പറഞ്ഞു സാരില്ല, നീ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ കുറേ സമയം എടുത്തു. ഇങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്തും ചെക്കപ്പിനൊക്കെ ഞാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. കുറേ നാൾ കാറിനാണ് പോയത്. ഏകദേശം ഞാനൊന്ന് നടക്കാനും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞപ്പം ക്ഷീണവും കാര്യങ്ങളും തളർച്ചയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ട്രെയിനിന് പോകുമ്പോൾ ഈ പറയുന്ന പോലെ കയ്യിലൊരു വൈറ്റ് കളർ ഒരു തുണി, തോർത്തുമുണ്ടല്ല, ഒരു ഷോള് പോലെ ഒരു തുണി ഇങ്ങനെ മറച്ചിട്ടിട്ടാണ് പോകുന്നത്. കാരണം മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയെന്ന് വെച്ചാൽ ഉണങ്ങി, പക്ഷേ കാണുമ്പോൾ കുറച്ചധികം വേഴ്സ്റ്റ് ആയിരുന്നു കൈ. അപ്പോൾ അങ്ങനെ ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ടും കൂടിയൊക്കെയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു തുണി ഇടും കൈമ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിലിരിക്കുന്ന സമയത്തൊക്കെ ഞാനിതിങ്ങനെ മറച്ചാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തൊരു കുഞ്ഞ് വന്നിരുന്നേ. അപ്പം നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവില്ല എപ്പോഴും. അപ്പം ഞാൻ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ആ കുഞ്ഞ് എന്നെ നോക്കി ചിരിച്ച്. പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ആളും കണ്ണടച്ച് നമ്മൾ തമ്മിലൊരു കണക്ഷനായി. കുറച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടി എൻ്റെ ട്രെയിനിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു തുണി കുറച്ച് മാറി കഴിഞ്ഞപ്പം കൈൻ്റെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ഈ കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നില്ല. അത് നമ്മൾ ഈ ഉയരെ സിനിമയിൽ പാർവതിക്ക് ഉണ്ടാകുന്നൊരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, എക്സാക്ട് സെയിം പോലെ തന്നെ പിന്നെ ആ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നില്ല, അതിൻ്റെ മുഖത്തേക്ക് ചിരിച്ചില്ല. അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഒബ്വിയസ്ലി ചോദിക്കുമല്ലോ, നോക്ക് ആ ചേച്ചിക്ക് എന്തോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഈ പറയുന്ന പോലെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒത്തിരി പ്രാവശ്യം പിന്നെയും ഉണ്ടായി. കാരണം കുഞ്ഞുങ്ങളാണ്, ചെറിയ മനസ്സാണ്, അവർക്ക് അറിയില്ല, നമുക്ക് ഫീൽ ആകുമെന്നോ ഒന്നും അറിയില്ല. അവരുടെ മനസ്സിൽ കളങ്കില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ കളങ്കില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അത് റിവീൽ അവരുടെ ഫേസിൽ അത് കാണാൻ പറ്റും. അപ്പോൾ കുറേ പ്രാവശ്യം എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി. ഓരോരോ കുട്ടികളും ഒക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വരും ആദ്യം, പിന്നെ നമ്മുടെ കൈ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുമ്പം അവൾക്ക് പേടിയാണോ അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എൻ്റെ കൈ വേണമ്പോൾ അത്ര പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നും. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ അങ്ങനെയല്ലായിരുന്നു, കളർ ചേഞ്ച് ആയിരുന്നു, ഭയങ്കരമായിട്ട് കളറ് ഒക്കെ ഭയങ്കര ഡാർക്കായിരുന്നു. അപ്പം കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് പിന്നെ വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പം അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഞാൻ ഇനി ഫുൾ സ്ലീവ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എൻ്റെ ലൈഫ് എൻഡ് ചെയ്യണം അവിടം വരെ ഞാൻ ഇനി ഫുൾ സ്ലീവ്സേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ തീരുമാനം എടുത്തു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനെടുത്ത പൊട്ടൻ തീരുമാനമായിരുന്നു അത്. കാരണം ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ നമ്മളെ ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ അവരത് കണ്ട് വിഷമിച്ചു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു തീരുമാനം എടുക്കേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓക്കെ, ഇനി എന്നെ കണ്ട് ഇനി ഒരു കുഞ്ഞും മുഖത്ത് വിഷമം വരാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ ഫുൾ സ്ലീവ്സ് ഇടാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് എൻ്റെ മൂത്ത ചേച്ചി തയ്ക്കും, അതായത് വീട്ടിൽ അവളുടെ മാത്രം അങ്ങനത്തെയൊക്കെ തയ്ക്കൽ. ഞാൻ അവളുടെ അടുത്ത് ഒരു 3-4 ഒരു കുർത്തിക്കുള്ള തുണി എടുത്തിട്ട് പറഞ്ഞു എല്ലാം ഫുൾ സ്ലീവ് അടിച്ച് തരുമോ അഞ്ചു എന്ന് വെച്ചിട്ട് അങ്ങനെ അവൾ ഓരോന്നായിട്ട് തയ്ച്ചു തന്നു. പതിയെ ഞാൻ ഫുൾ സ്ലീവിലേക്ക് മാറി. എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കറിയാം, ഏകദേശം 3 വർഷം മുൻപ് വരെ ഞാൻ കംപ്ലീറ്റ് ഫുൾ സ്ലീവേ ഇട്ടിട്ടുള്ളൂ. ഫുൾ സ്ലീവ് യൂസ് ചെയ്തതല്ലാതെ എന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ കൈ ഇങ്ങനെ ഞാൻ മറച്ചും കൊണ്ടാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നെ ഡയറക്റ്റ്ലി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കാണാമെന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ കൈ എങ്ങനെയാണ്. അതല്ലാതെ നോർമലി ഉള്ള എൻ്റെ നാട്ടുകാർക്ക് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിയാം, പക്ഷേ എൻ്റെ കൈൻ്റെ അവസ്ഥ എന്താണെന്നോ, കൈക്ക് പറ്റി ഉണങ്ങി മാറി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ അറിയാം, പക്ഷെ എന്താണെന്ന് അവർക്കറിയില്ല. കാരണം ഞാനൊന്ന് വെളിയിൽ ഇറങ്ങി തുടങ്ങി സെറ്റായപ്പോൾ മുതൽ ഞാൻ ഫുൾ സ്ലീവേ ഇട്ടിട്ടുള്ളൂ.
ഏകദേശം ഒരു 3-3.5 വർഷം ഞാൻ ഫുൾ സ്ലീവ് യൂസ് ചെയ്തു. അതായത് എൻ്റെ കബേർഡിൽ ഫുൾ സ്ലീവ്സ് അല്ലാതെ ഹാഫ് സ്ലീവ്സോ സ്ലീവ്ലെസ്സോ 3/4 അങ്ങനത്തെ ഒരു ഡ്രസ്സുകളും ഇല്ല. കംപ്ലീറ്റ് ഫുൾ സ്ലീവ് മാത്രമേ എൻ്റെ കബേർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം എൻ്റെ ആ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്നെ അങ്ങ് വളർത്തി അങ്ങ് പീക്കിൽ കൊണ്ട് വെച്ചേക്കുമായിരുന്നു. അപ്പം ഈ ഫുൾ സ്ലീവ് ഇടുന്നത് പോരാഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൈക്ക് ഇങ്ങനെ ഒരു ഒതുക്കം വരാനും പിന്നെ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാതിരിക്കാനും ഒരു 6 months മാത്രം ഒരു ബാൻഡേഡ് പോലത്തെ ഒരു സംഭവം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 6 months മാത്രം ഇടുന്ന സംഭവം അതിടുമ്പോൾ ഇവിടെ കവർ ചെയ്തിരിക്കും ഇത്രയും ഭാഗം വരെ. അപ്പോൾ കാണത്തില്ല. സ്ലീവ് എന്തായാലും ഇവിടം വരെയാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഇവിടം വരെ ബാൻഡേഡ് ഇടും. അത് 6 months എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ട് അതൊരു 2 വർഷം യൂസ് ചെയ്തു. ഒന്നിനുമല്ല എൻ്റെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്. മറ്റുള്ളവർ എൻ്റെ കൈ കാണുമ്പം അവർ എന്നെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നതും അവരെന്നെ നോക്കിയിട്ട് ഇങ്ങനെ പിറുപിറുക്കുന്നതൊന്നും എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യായിരുന്നു. എനിക്കത് ഫേസ് ചെയ്യാനുള്ള മടി. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ കൈ കാണുമ്പോൾ മറ്റുള്ളവർ ചില ആൾക്കാർ അറപ്പോടെ നോക്കാറുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാനെടുത്ത തീരുമാനമാണ് ഇതാരും കാണിക്കേണ്ട എന്നുള്ളത്. പക്ഷെ അതൊരു പൊട്ടൻ തീരുമാനമായിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് സ്ലീവ്ലെസ് ഇടാനും ഹാഫ് സ്ലീവ്സ് ഇടാനും 3/4 ഇടാനും പണ്ടത്തെ പോലെ ഞാൻ എങ്ങനെയാണോ അതേ കണക്ക് നടക്കാൻ എനിക്ക് ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഞാൻ സപ്രസ് ചെയ്ത് വേണ്ട ഫുൾ സ്ലീവ് മാത്രം മതി എന്ന് തീരുമാനിക്കുമായിരുന്നു. അപ്പം എൻ്റെ മാത്രം തീരുമാനമാണ്. എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എൻ്റെ അമ്മയ്ക്കും ചേച്ചിമാർക്കും ബെസ്റ്റ് ഫ്രണ്ടിനും അറിയാമെന്നല്ലാതെ വേറൊരു മനുഷ്യ കുഞ്ഞിനെ അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഫുൾ സ്ലീവ് ഇടുന്നത് ചിലപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് സൺലൈറ്റ് അടിക്കാതിരിക്കാനായിരിക്കും. ഞാൻ കുറേ പേരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഫുൾ സ്ലീവ്സ് യൂസ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഞാൻ പറയും സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാതിരിക്കാനാണ് കുറച്ച് നാളെന്നുള്ളത് ഞാനൊരു 3.5 years വരെ അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്നു. പിന്നെ എപ്പോഴും ഒരു പോയിന്റിൽ പതുക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോട്ട് വരാൻ തുടങ്ങി. ഓക്കെ ഞാനല്ലാതെയാണ് ജീവിക്കുന്നത്. അതായത് എനിക്കൊരു കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുൾ സ്ലീവ്സ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ എനിക്ക് പറ്റണില്ല. എല്ലാം ഈ സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ. അതും എൻ്റെ ആഗ്രഹപ്രകാരമാണെങ്കിൽ പോട്ടെ നിൽക്കാം. അതുമല്ല എൻ്റെ കോംപ്ലക്സ് കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം. കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ വീർപ്പ് മുട്ടാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊന്നും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല കടയിൽ പോയി. എനിക്ക് വീട്ടിൽ ഞാൻ ഇടുന്നത് നോർമൽ ഇത്ര ഉള്ളൊരു ഇപ്പം ഇട്ട് കിടക്കുന്ന പോലത്തെ ടീഷർട്ടാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ അറിയാം. അതല്ലാതെ പുറത്തേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് തോന്നുന്നു ഡിഞ്ചു പണ്ടത്തെ പോലെ ഇങ്ങനെ ചെറിയ സ്ലീവുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. എന്നെക്കൊണ്ട് അത് ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഞാൻ സൊസൈറ്റിയിൽ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ ഈ കൈ വെച്ചിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വീട്ടിൽ ഓക്കെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെ റൂമിൽ നോക്കി കബോർഡ് തുറന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഒറ്റ ഫുൾ സ്ലീവ് അല്ലാത്ത ഡ്രസ്സില്ല. ഒരെണ്ണം പോലും ഇല്ല. ആ 3 വർഷം കൊണ്ട് ഞാൻ അത്രമേൽ മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് തരാമോ എന്ന് വെച്ചാൽ അങ്ങനെ അവളുടെ ഒരു കുർത്ത ഞാൻ വാങ്ങിച്ച് ഇട്ടു. ഓക്കെ വീടിൻ്റെ അകത്ത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ റെഡിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അന്ന് ബസ് കയറിയേ പോകുന്നത്. 2 വീലറൊന്നും അന്ന് രണ്ടാമത് ഓടിച്ച് തുടങ്ങിയിട്ടില്ല. ബസ് കയറാൻ വേണ്ടി എൻ്റെ നെഞ്ചിങ്ങനെ കട്ടന്നിരിക്കുക. കാരണം ഇതുവരെ കാണാത്ത എൻ്റെ ഇങ്ങനെ കൈൻ്റെ കോലം ഇനി ആൾക്കാർ കാണാൻ പോവാണ്. എങ്ങനെ റിയാക്ട് ചെയ്യും എന്തായിരിക്കും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. പുളിയനും ബസ് സ്റ്റോപ്പിലെത്തി കഴിഞ്ഞപ്പം അന്ന് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് 3 years കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 years ആയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഫുൾ സ്ലീവ് ഇട്ട് നടക്കുന്ന തന്നെ ആൾക്കാരത് കൺസേൺ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പം അവിടെ കുറേ ചേട്ടന്മാർ എനിക്കിങ്ങനെ മോനെ കയ്യിലെന്ത് പറ്റിയതാ? ഞാൻ എനിക്ക് ആക്സിഡൻ്റ് ആയത് അന്ന് പറ്റിയതാണത്, അന്ന് ഇത്രയും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ചോദിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഭയങ്കര പാനിക്കായി. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി. ഞാൻ ആരും മുഖത്ത് വെക്കാതെ ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നു, കൈ ഇങ്ങനെ പിടിക്കുന്നു, കുട എടുത്ത് മറച്ച് വെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാഗ് എടുത്ത് മറച്ച് വെക്കുന്ന അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പം ബസ്സിലെ കണ്ടക്ടറും കിളിയും അടുത്തിരുന്ന ആളും നിൽക്കുന്ന ചേട്ടനും ഇരിക്കുന്ന ചേച്ചി എല്ലാവരും ചോദിക്കണം എന്താ പറ്റി ചോദിക്കാനായിട്ട് അങ്ങനെ മുന്നോട്ട് വരാത്ത ആൾക്കാർ ഇതിങ്ങനെ നോക്കിയിരിക്കും.
അതായത് കൈമ നോക്കും എൻ്റെ മുഖത്ത് നോക്കും, കൈമ നോക്കും എൻ്റെ മുഖത്ത് നോക്കും. ഇത് എന്നിലുണ്ടാക്കിയൊരു വിഷമം ഭയങ്കര വലുതായിരുന്നു. കാരണം ആൾക്കാർ സ്റ്റെയർ ചെയ്ത് നോക്കുക എന്ന് പറയണത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അതിനെ ഡീൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് എളുപ്പമുള്ള കാര്യമേ അല്ല. അത് കഴിഞ്ഞ് അപ്പം എല്ലാവരും പിന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി. അങ്ങനെ 3 വർഷത്തെ എൻ്റെ ആ ഒരു അടിച്ചമർത്തലിൽ നിന്ന് ഞാൻ തന്നെ എന്നെ പുറത്തു കൊണ്ടുവന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, കൊള്ളാലോ, നീ പണ്ടത്തെ പണ്ടത്തെ ആ ഒരു വൈബ് ഉണ്ട് നിനക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആയി. അന്ന് എറണാകുളത്താണ് പോയത്. ഇക്കൊണ്ട വഴി മുഴുവൻ ട്രാവൽ ചെയ്ത് എറണാകുളത്തെത്തി. എല്ലാവരുടെയും സ്റ്റെയറിങ്ങും കാര്യങ്ങളും തുറച്ചുനോട്ടൊക്കെ ഞാൻ ഫേസ് ചെയ്ത് തിരിച്ച് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയിട്ട് കുത്തിരുന്ന് കരഞ്ഞു. കാരണം ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നു മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പിന്നെ ചോദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങളുടെ കൈ കെട്ടി വെച്ചേക്കുവാണ്, അതായത് നിങ്ങളുടെ കൈ എന്നല്ല, നിങ്ങളുടെ ശരീരഭാഗത്തിൽ എവിടെയെങ്കിലും മുറിവ് വന്ന് കെട്ടി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് അധികം നാളായിട്ടില്ല വന്നിട്ടെന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇതെല്ലാം മാറി അതിൻ്റെ ഒരു പാട്, അതിൻ്റെ ഒരു സ്കാറാണ് നമ്മളെ കൈമ കിടക്കണമെങ്കിൽ ആൾക്കാരത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അത് സർവൈവ് ചെയ്ത് വന്നു. അത് അയാളുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അയാളുടെ ഒരു യൂണീക്നെസ് ആണത്. അത് എന്ത് പറ്റി എന്നിങ്ങനെ സത്യം പറഞ്ഞാൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റ തവണയേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ കേൾക്കുന്ന നമ്മൾ ഇത് ലക്ഷക്കണക്കിന് പ്രാവശ്യമാണ് ഇത് കേൾക്കുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നിന്ന്. ഞാൻ ഇത്രയും വർഷമായിട്ടും ഇന്നും ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ എത്ര പേരെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ തന്നെയാണ്, അയ്യോടെ മോളെ കൈമ എന്താ പറ്റി. എനിക്ക് അവരോടൊന്നും ദേഷ്യമല്ല ഉള്ളത്, പക്ഷേ നമ്മൾ ആ ചോദ്യം കേട്ട് മടുത്തു. ആൻസർ പറഞ്ഞ് മടുത്തു. ഞാനിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, അതായത് യൂട്യൂബ് പോലുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ആളാണ്. സോ എൻ്റെ അടുത്ത് യൂട്യൂബിൽ ഞാൻ പബ്ലിക്കായിട്ടൊരു വീഡിയോ കൊടുക്കുമ്പം ഒബ്വിയസ്ലി സൊസൈറ്റി എന്നോട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒന്നും പറയുന്നില്ല, കാരണം അതെല്ലാവരും ചോദിക്കും. അതല്ലാതെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ആളുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു റോട്ടിൽ കൂടെ നടന്നു പോകുമ്പം ദയവ് ചെയ്ത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ചോദ്യം കേട്ട് മടുത്തു. നമ്മളോട് അങ്ങനെ ചോദിക്കണ്ട. അതറിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം എനിക്ക് അറിഞ്ഞൂടാ അത് പറഞ്ഞാലിപ്പോൾ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരാളോടല്ല പറയുന്നത്, ഒരാളോടല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും പൊള്ളിയതാണോ ചോദിക്കും. അല്ല ആക്സിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ എങ്ങനെ ആക്സിഡൻ്റ്, ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം അത് റീകളക്ട് ചെയ്യുന്നുണ്ടെന്നറിയോ. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു മനുഷ്യ കുഞ്ഞിനോട് ചോദിക്കാറില്ല. എന്തെങ്കിലും ഒരു സ്കാറോ എന്തെങ്കിലും ഒരു പാടുകളോ അവരുടെ ശരീരത്തിൽ കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു യുണീക്കായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാറേയില്ല. കാരണം എനിക്ക് ആ പെയിൻ അറിയാം. ചോദിച്ച് അയാളെ വീണ്ടും അത് റീകളക്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് അയാളുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡ് ചെയ്യാതെ പോവുക. അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ ഒരുപാട് തളർത്തുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇത് കണ്ട് ഞാൻ ഫുൾ സ്ലീവിനൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് കൂടുതൽ വിസിബിളായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസേണാണ് ആൾക്കാർക്ക്. അതായത് വളരെ വളരെ എക്സ്ട്രീമായിട്ട് ഞാനതിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചെറുതൊന്നുമല്ല, വളരെ ഇഫക്റ്റീവായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത് ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എൻ്റെ കയ്യിലിങ്ങനെ സ്കാർസ് കാണുമ്പം എൻ്റെ അമ്മോടിക്ക് എത്രയോ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടെന്നറിയോ. അതായത് ഇപ്പം ഡിഞ്ചുവിൻ്റെ കല്യാണാലോചനയൊക്കെ പെട്ടെന്ന് നോക്കണം, നമ്മുടെ കുട്ടിയല്ലേ, നമ്മുടെ കൊച്ചിൻ്റെ കൈമ ഇങ്ങനെ ആയതുകൊണ്ട് അതെ കല്യാണം ഉറയ്ക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൺസേൺ. ആ കൺസേൺ എന്ന് പറയുന്നത് ഞാൻ പറയാം, എൻ്റെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ സംബന്ധിച്ച് ആളുടെ മോളുടെ ലൈഫിനെ കുറിച്ച്, എൻ്റെ ചേച്ചിമാരെ സംബന്ധിച്ച് അനീറ്റയുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഇരട്ടി ചിന്തിച്ചിട്ട് അതിനൊരു തീരുമാനം എടുത്ത് വെക്കുകയോ, നമ്മുടെ കയ്യിൽ അതിനൊരു ആൻസർ ഉറപ്പായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. കാരണം നമ്മുടെ ലൈഫാണ്. അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു തേർഡ് പേഴ്സൺ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, അതായത് കല്യാണം നോക്കുമ്പം ഡിസബിലിറ്റി ഉള്ള ഒരാളെ നോക്കാവൂ, അല്ലെങ്കിൽ മാച്ച് ആവത്തില്ല ലൈഫിൽ, പിന്നീട് പ്രശ്നങ്ങൾ വരും. അതായത് ഒരാൾ പെർഫെക്റ്റ്, ഒരാൾ ഇംപെർഫെക്റ്റ് എന്ന് പറയില്ല, പക്ഷേ
അതാണല്ലോ മീൻ ചെയ്യുന്നത്. ഒരാൾ പെർഫെക്റ്റാണ്, അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര വിഷമം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സേഫാണ്, കുറേ ആലോചനയൊക്കെ വരും, നോക്കുമ്പോൾ അങ്ങനെ നോക്കാവൂ എന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ നമ്മുടെ തന്നെ ചേർത്ത് നിർത്തേണ്ടതാണ്. അവരോട് ഒരു വിരോധമില്ല. അവരും എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ പാടുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണീക്നെസ് ഉള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ ചേർത്ത് നിർത്തേണ്ടതാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് ഇത്രയ്ക്കും വറീഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ രീതിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യിച്ചോട്ടെ. കല്യാണം ഉറക്കാതിരിക്കോ, നടക്കാതിരിക്കോ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിമാർ അത് കൺസേൺ ആയിക്കോളും. അല്ലാതെ വേറെ ആരും അതിനകത്ത് വന്ന് ഇടപെട്ട് അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ പേര്, അതും നമുക്ക്, ഞാൻ എൻ്റെ ലൈഫിൽ 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അങ്ങനെ വന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അതായത് ആ ആൻറ്റിയുടെ മോള് വർക്ക് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ്. അവിടെ ഒരുപാട് ഒഴിവുകളിൽ ഇങ്ങനെ ഡിസബിലിറ്റീസിലെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരാണ്, ഡിസബിലിറ്റി ഉണ്ടെന്നല്ലേ ഉള്ളൂ, മോളെപ്പോലെ തന്നെ. ഓക്കെ, ഫൈൻ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് കേൾക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാവൂ എന്നൊക്കെ അത് പറയേണ്ട ആവശ്യം എന്തിനാ? എനിക്കറിയാലോ, ഞാൻ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസബിലിറ്റി ഉള്ള ആളോ ഇല്ലാത്ത ആളെയോ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, അതിലാരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഓക്കെ, അതൊക്കെ അന്ന് എനിക്ക് 20-21 വയസ്സുള്ളൂ കേട്ടോ. ഇന്നത്തെ പോലെയല്ല, അന്ന് ഞാൻ ചെറുതാണ്, എന്നിട്ടാണ് എന്നോട് അങ്ങനെ ഒന്ന് പറയും. ഇന്നിപ്പം നമ്മുടെ മുഖത്ത് കോൺഫിഡൻസ് കാണുമ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ആരും വന്ന് സംസാരിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ. പണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇങ്ങനെ പേടിച്ചിങ്ങനെ, ഓക്കെ എൻ്റെ കൈ ഇങ്ങനെയാണ് എന്ന് മറച്ച് കുത്തിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്തും വേണമെങ്കിലും വന്ന് പറയാം, ഇവളൊന്നും റിയാക്ട് ചെയ്യില്ല, അങ്ങനെയുള്ള തോട്ടിലാണ് വന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മുഖത്തിന് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അപ്പം ഞാനത് ചെയ്യുന്നു, സാരില്ലാതെ എൻ്റെ ഇപ്പം കല്യാണമൊന്നും നോക്കുന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒച്ച ഉയർത്തി പറഞ്ഞത്, കുഴപ്പമില്ല, അത് ഇപ്പം എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കണേ എന്നുള്ള രീതിയിൽ. ഞാനങ്ങനെ പറഞ്ഞുള്ളെങ്കിലും എൻ്റെ ചേച്ചിമാർ ആൾക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കോളാം, എന്തിനാണ് നിങ്ങളങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറയാൻ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലൂടെ നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സങ്കടം മാത്രമായിരുന്നു. പിന്നെ പതുക്കെ ഗ്രാജ്വലി ഇതൊന്നൊരു പ്രശ്നമല്ല. അതായത് ഞാൻ പറയണേ, ഒരാൾക്ക് എന്തെങ്കിലും പറ്റി, അയാളുടെ ദേഹത്ത് എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി എന്തെങ്കിലും കാര്യങ്ങളോ വന്നു, നീ എന്തിനാ ഇങ്ങനെ മറച്ചു വയ്ക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാതിരിക്കണം, നീ എന്തിനാ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യാതെ ഗീവ് ദം ടൈം, കുറച്ച് സമയം കൊടുക്കുക. കാരണം അയാൾ പോലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കൈമ ഇങ്ങനെ പറ്റിയെന്നോ കാലും ഇങ്ങനെ പറ്റിയെന്നോ അയാൾ പോലും അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അതിന് മുന്നേ നീ പുറത്തേക്ക് വാ, ഷെല്ല് പൊട്ടിച്ച് വാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ആദ്യം കുറച്ച് സമയം വേണം, നമുക്ക് കുറച്ച് ടൈം, നമുക്കിടേതായിട്ട് ഇത് ഉൾക്കൊള്ളാൻ ടൈം വേണം. അത് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ടൈമൊന്നുമില്ല. നമ്മൾ തന്നെ പതുക്കെ നമ്മുടെ ലൈഫിൻ്റെ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന നല്ല എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് അത് ഗെയിൻ ചെയ്തെടുക്കുക. അല്ലാതെ ഒരാളെ കമ്പൽ ചെയ്തിട്ട് നീ പുറത്തേക്ക് ഇറങ്ങും, നീ ഷെല്ല് പൊട്ടിക്കുക, നീ നാലാളുടെ മുന്നിൽ പോയി പെട്ടെന്ന് വന്ന് നിൽക്കുക, നീ ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് സമയം വേണം, എല്ലാത്തിനും സമയം വേണം. എനിക്ക് ആ സമയം എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. 3 വർഷം ഞാൻ ഡൗൺ ആയിരുന്നു. 3 വർഷം മറ്റുള്ളവരെ എൻ്റെ ഈ സ്കാർ കാണാതിരിക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പതുക്കെ ഞാൻ തന്നെ സ്വയമേവ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഓക്കെ ഞാൻ ഹാപ്പി അല്ല, എവിടേക്കോ ഒരു പോയിന്റിൽ ഞാൻ എന്നെ തന്നെ ഒളിപ്പിച്ച് നടക്കുവാണ്, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പതുക്കെ ചേച്ചിമാരും അമ്മയൊക്കെ നല്ല രീതിയിൽ എന്നെ അഡ്വൈസ് ചെയ്യായിരുന്നു. അങ്ങനെ പതുക്കെ അതും അവർ പെട്ടെന്ന് പോയി പുറത്തേക്ക് ഇറങ്ങും, പെട്ടെന്ന് സ്ലീവ്ലെസ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് മാറ്റി എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗ്രാജ്വലി എന്നെ മനസ്സിലാക്കി ഞാനും സ്വന്തമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നത്. അപ്പം ഞാൻ ആരോടും പറയില്ല ഇങ്ങനെയുള്ള സമയം കൊണ്ട് നിങ്ങൾ റെഡിയായി വാന്ന് ആരോടും പറയില്ല. അത് പറയുന്നത് തന്നെ തെറ്റാണ്.
പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഡിപ്രസ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ആൾക്കാരുടെ ഈ അനാവശ്യമായിട്ടുള്ള കൺസേൺസും നമ്മളോടുള്ള അനാവശ്യമായിട്ടുള്ള ടോക്കും ഈ സ്റ്റെയറിങ് ആയിട്ടുള്ള നോട്ടവും പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇനി പുറത്തിറങ്ങി ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. നാലുള്ളവർ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് മൊത്തം ഇതിനെക്കുറിച്ചാണ്. ഇനിയെങ്കിലും ചുറ്റുവട്ടത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു യുണീക്ക് എന്തെങ്കിലും സംഭവമുള്ള ഒരാളെ കാണുമ്പോൾ അവരവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ, അത് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കാൻ ഇതെന്ത് പറ്റിയതാ അല്ലെങ്കിൽ ഇതെന്താ എന്ന് ചോദിക്കാൻ വരുന്ന നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. അയാളോട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഉപകാരമായിരിക്കും അത്. വെറുതെ എനിക്ക് എപ്പോഴും പറ്റിയിട്ടുള്ള കാര്യമാണ്. ഞാൻ നല്ലപോലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിയാൽ കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനോ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ എൻ്റെ കൈയുടെ ആ ഒരു സംഭവത്തെ പറ്റി ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. അപ്പം അയ്യോടാ ഇതെന്ത് പറ്റിയതാ, അയ്യോ കൊച്ചിൻ്റെ കൈ നോക്ക്, ഈ കൊച്ചിൻ്റെ കൈ ഇരിക്കണം നോക്ക് എന്നൊക്കെ പറയുമ്പം എൻ്റെ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ഫേസ് ഒന്ന് ഡള്ളാവും. എൻ്റെ മുഖത്ത് ആ ചിരി മായ്ക്കാൻ ഇതുകൊണ്ടൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നമ്മളപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കുറേ മാറിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ മാറിയെടുത്തതാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എടുത്തടിച്ചുകൊണ്ട് ഓക്കെ ആക്സിഡൻ്റ് ആയതാണ്, സ്കാൾസ് ആണെന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ആദ്യം ഞാൻ ഡള്ളാവും. എന്നിട്ട് എനിക്ക് ആക്സിഡൻ്റ് ആയതാ, കൈമ പാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഭയങ്കര എൻ്റെ മുഖത്തിന് കോൺഫിഡൻസ് അപ്പോൾ നഷ്ടമാകുമായിരുന്നു. പക്ഷെ ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത്രയും ആൾക്കാരെ വ്യൂ ചെയ്യുന്ന ഒരു ഇതിൽ എനിക്കൊരു മടിയില്ല ഇപ്പോൾ ഇത് റിവീൽ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സർവൈവൽ, അങ്ങനെയൊക്കെ നടക്കുള്ളൂ. പതുക്കെ സർവൈവൽ മാത്രമല്ല, ഒരു ഷെല്ലിൽ നിന്ന് പുറത്തെടുക്കാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ആക്സിഡൻ്റ് ആയത് വണ്ടി ഇടിച്ചിട്ടായതുകൊണ്ട് തന്നെ വണ്ടി പിന്നീട് ഉപയോഗിക്കാതിരുന്നിട്ടില്ല. പിന്നീട് കൂടുതൽ നന്നായി ഓടിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. 2 വീലർ ആയാലും ഓടിക്കും, കാറായാലും ഓടിക്കും. ആ ഷെല്ലെല്ലാം ബ്രേക്ക് ചെയ്ത കഥയൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പം ഈ സ്കാൾസ് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർവൈവലിൻ്റെ ഒരു മാർക്കാണ്. അതവിടെ കിടന്നോട്ടെ, അതാർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. അതാരും നോക്കിയിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു വഴിയാണ് ഒരു ജീവിതം നേടിയുമ്പോൾ നടന്നു പോകുമ്പം അതിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളും സംഭവിക്കും. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനല്ലാതെ എനിക്കങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, എനിക്കങ്ങനെയൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്കത് പറ്റി, ഓക്കെ, അത് എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കാർസ് ഉണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് അവനവൻ ഉൾക്കൊള്ളുന്നോ അന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പതുക്കെ എല്ലാ ഷെല്ലിനും പുറത്തു കൊടുക്കുള്ളൂ. ഇതൊരു കുഞ്ഞു കാര്യമായിരിക്കും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കൈമ ഇച്ചിരി പാടുള്ളതുകൊണ്ട് അതിപ്പോൾ എന്താ എന്ന് വിചാരിക്കണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കൈമ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വലുതാണ്. ചിലരിൽ അത് ഡിപ്രഷൻ വരെ ഉണ്ടാക്കിയേക്കാം. അതിനകത്ത് ഒന്നും പെടാതെ എങ്ങനെയൊക്കെയോ ബീറ്റ് ചെയ്ത് ഞാൻ ഇങ്ങ് പോന്നു. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ആരെയും നിർബന്ധിക്കാതിരിക്കുക, ടൈം കൊടുക്കുക, അവരെന്നെ ഉൾക്കൊള്ളുക, പിന്നെ പതുക്കെ മുന്നോട്ട് വന്നോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ സ്കാൾസിന് സർവൈവ് ചെയ്ത് വന്നതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബായ്.